നിലവിളക്ക് വിവാദത്തിൽ സമസ്തയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫാത്തിമ തഹ്ലിയെ പിന്തുണച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആബിദ് അലിയാണ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. വിഷയം സാമൂഹികമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണും, മതാധിഷ്ഠിതമായ കണ്ണാടിയിലൂടെ നോക്കരുത് എന്നും കുറിപ്പിൽ പറയുന്നു. ജെയിനസ് രാജു വിവരങ്ങളുമായുണ്ട്. ജെയിൻ, ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സമസ്തയുടെ നിലപാട്. ആ നിലപാടിന് യൂത്ത് കോൺഗ്രസ് എന്ന നിലയിലാണ് അത് മൊത്തത്തിൽ ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോകാം എന്നൊരു ധാരണയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുകയാണോ? ഇത് സംഘടനയുടെ ഔദ്യോഗിക നിലപാടാണോ എന്ന കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആബിദ് അലിയാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നാനാജാതി മതസ്ഥർ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ആചാരത്തിന്റെ അല്ലെങ്കിൽ ആചാരത്തിന്റെ ഭാഗമായാൽ അത് വിശ്വാസത്യാഗമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ജനപ്രതിനിധി എന്ന് പറയുന്നത് എല്ലാവരെയും പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് വിശ്വാസത്യാഗമാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതേതര ഐക്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആബിദ് അലി പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണോ അതോ സംഘടനയുടെ നിലപാടാണോ എന്ന് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. ശരി, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.